വയനാടൻ കുന്നുകളുടെ തണുപ്പും മൂടൽ മഞ്ഞും നിറഞ്ഞ ഇലഞ്ഞിമേടെന്ന ഗ്രാമം. ആ ഗ്രാമത്തിന്റെ ഒരറ്റത്തുള്ള ചോർന്നൊലിക്കുന്ന പഴക്കം ചെന്ന ചെറിയ ഓടിട്ട വീടായിരുന്നു താരയുടെ ലോകം. അവിടെ അവളും അവളുടെ അമ്മ വിശാലാക്ഷിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരിച്ചതിന് ശേഷം ആ ഗ്രാമത്തിലെ വീടുകളിൽ തുന്നൽ ജോലിയും അടുക്കളപ്പണിയും ചെയ്താണ് വിശാലാക്ഷി താരയെ വളർത്തിയത്. ദാരിദ്ര്യമുണ്ടായിരുന്നുവെങ്കിലും ആ ചെറിയ വീട്ടിൽ സ്നേഹത്തിനും സന്തോഷത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ആ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തിയ ആ ദുരന്തം സംഭവിച്ചു. അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന വിശാലാക്ഷി പെട്ടെന്ന് നെഞ്ചമർത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീണു. കയ്യിലിരുന്ന പാത്രം തെറിച്ചുപോയി. തയ്യൽ മെഷീനരികിലിരിക്കുകയായിരുന്ന താര ഭയന്ന് വിറച്ചോടിയെത്തുമ്പോഴേക്കും അമ്മ ബോധരഹിതയായി മാറിയിരുന്നു. അയൽക്കാരുടെ സഹായത്തോടെ ടൗണിലെ ആശുപത്രിയിൽ അമ്മയെ എത്തിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷം വെളിയിലിറങ്ങിയ ഡോക്ടറുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ തന്നെ താരയുടെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. അമ്മയുടെ ഹൃദയത്തിൽ 3 ബ്ലോക്കുകളുണ്ട്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണം. വൈകിയാൽ ജീവൻ അപകടത്തിലാണ്. കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. 5 ലക്ഷം രൂപ! ആ തുക കേട്ടതും താരയുടെ തല കറങ്ങി. ദിവസവും വീട്ടുചെലവിന് കഷ്ടപ്പെടുന്ന അവർക്ക് അത്രയും പണം സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ആ രാത്രി ആശുപത്രിയിലെ തണുത്ത വരാന്തയിലിരുന്ന് താര ഒരുപാട് കരഞ്ഞു. അമ്മയുടെ മെലിഞ്ഞുണങ്ങിയ കൈകളിൽ പിടിച്ചവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഉള്ളത് എൻ്റെ അമ്മയാണ്. ആ ജീവൻ മാത്രം എന്നിൽ നിന്നും നീ തിരിച്ചെടുക്കരുതേ. പിറ്റേന്ന് രാവിലെ മുതൽ താര ഗ്രാമത്തിലെ അവൾക്കറിയാവുന്ന എല്ലാ വീടുകളിലും കടകളിലും പണത്തിനായി ഓടി നടന്നു. ചിലർ പണമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി. ചിലർ പാവപ്പെട്ടവളായതുകൊണ്ട് കടം കൊടുക്കാൻ മടിച്ചു. സന്ധ്യ മയങ്ങിയപ്പോൾ നിരാശയുടെയും തളർച്ചയോടെയും അവൾ സ്വന്തം വീടിന്റെ വരാന്തയിൽ വന്നിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് അയൽവാസിയായ ശ്യാമള ചേച്ചി അങ്ങോട്ട് വന്നത്. താരയുടെ അവസ്ഥ കണ്ട ശ്യാമള ചേച്ചി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ താര, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. നിനക്ക് പെട്ടെന്ന് പണം സംഘടിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇലഞ്ഞിമേട്ടിലെ ഏറ്റവും വലിയ തറവാടായ കോവിലകം ബംഗ്ലാവിൽ അടുക്കളയിലും തോട്ടത്തിലും സഹായിക്കാൻ ഒരു ജോലിക്കാരിയെ തിരയുന്നുണ്ട്. അവിടുത്തെ തമ്പുരാട്ടി രുക്മിണിയമ്മ കടുപ്പക്കാരിയാണെങ്കിലും കയ്യിൽ നല്ല പണമുണ്ട്. നിന്റെ അമ്മയുടെ അവസ്ഥ പറഞ്ഞാൽ ചിലപ്പോൾ സഹായിച്ചേക്കും. ശ്യാമള ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ താരയുടെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ മൂടൽ മഞ്ഞ് കനത്ത് കിടക്കുന്ന സമയം അമ്മയുടെ കിടക്കക്കരികിൽ പോയി നിന്ന് ഉറങ്ങുന്ന അമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയെ രക്ഷിക്കും. എത്ര കഠിനമായ ജോലിയാണെങ്കിലും ഞാൻ ചെയ്യും. സ്വന്തം വീടിൻ്റെ പടികൾ ഇറങ്ങി മൂടൽ മഞ്ഞ് നിറഞ്ഞ വഴികളിലൂടെ അവൾ കോവിലകം ബംഗ്ലാവിലേക്ക് നടന്നു. മൈലുകളോളം നീണ്ട ആ യാത്രയിലുടനീളം അമ്മയുടെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. വഴുക്കളുള്ള മലയോര പാതകളും കനത്ത കാറ്റും താണ്ടി ഒടുവിൽ അവൾ ചെന്നെത്തിയത് ആ വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിലായിരുന്നു. കോവിലകം ബംഗ്ലാവ്. ഉയരമുള്ള മതിലുകൾ, ഗേറ്റിനുള്ളിലെ കാണുന്ന വിശാലമായ തേയിലത്തോട്ടവും അറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ ബംഗ്ലാവും. ഗേറ്റിൽ നിന്നിരുന്ന വേലായുധൻ എന്ന കാര്യസ്ഥൻ അവളെ തടഞ്ഞു നിർത്തി. ആരാ നീ? ഇവിടെ എന്താ കാര്യം? ഞാൻ ഇലഞ്ഞിമേട്ടിൽ നിന്നാണ്. ഇവിടെ ജോലിക്കാരെ വേണമെന്ന് കേട്ട് അതിന് വന്നതാണ്. താര വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. വേലായുധൻ അവളെ തല മുതൽ കാൽ വരെ സംശയത്തോടെ ഒന്ന് നോക്കി. അതിനുശേഷം ഗേറ്റ് തുറന്നകത്തേക്ക് വിളിച്ചു. മരങ്ങൾ നിറഞ്ഞ ആ വലിയ മുറ്റത്തൂടെ നടക്കുമ്പോൾ താരയുടെ മനസ്സ് അനാവശ്യമായ ഏതോ ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറിയതും ഹാളിലെ കൂറ്റൻ കസേരയിൽ ഗൗരവത്തോടെ ഇരിക്കുന്ന രുക്മിണിയമ്മയെ അവൾ കണ്ടു. അവർ താരയെ കടുപ്പമുള്ള കണ്ണുകളോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതിനു മുമ്പ് നീ വീട്ടുജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ലമ്മേ, പക്ഷെ എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. എൻ്റെ അമ്മ ആശുപത്രിയിലാണ്. ഹൃദയ ശസ്ത്രക്രിയ വേണം. പണത്തിന് വലിയ അത്യാവശ്യമാണ്. താര കൈകൂപ്പി യാചിച്ചു. എന്നാൽ രുക്മിണി അമ്മയുടെ മുഖത്ത് യാതൊരു അനുകമ്പയും തെളിഞ്ഞില്ല. അവർ അല്പസമയം ആലോചിച്ച ശേഷം തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ശരി, നാളെ മുതൽ ജോലിക്ക് വന്നോളൂ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം. ഇവിടെ നീ കാണുന്നതും കേൾക്കുന്നതും പുറത്ത് പറയരുത്. ആവശ്യമില്ലാത്ത മുറികളിലേക്കും സ്ഥലത്തേക്കുമൊന്നും പോകാൻ പാടില്ല. താര അത് സമ്മതിച്ചു. എന്നാൽ ആ സമയത്താണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അതിൽ നിന്നും ഇറങ്ങി വന്നത് രുക്മിണി അമ്മയുടെ മകൻ ഹരിശങ്കർ ആയിരുന്നു. ഹരിശങ്കർ ഹാളിലേക്ക് കയറി വരുമ്പോൾ അവൻ്റെ കൂടെ മറ്റൊരു ധനികയായ പെൺകുട്ടിയും ഉണ്ടായിരുന്നു, വർഷ താരയെ കണ്ടതും പുച്ഛത്തോടെ മുഖം തിരിച്ചു. എന്നാൽ ഹരിശങ്കറിന്റെ കണ്ണുകൾ താരയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ഉടക്കി നിന്നു. താര എന്ന പാവപ്പെട്ട പെൺകുട്ടി കോവിലകം ബംഗ്ലാവിന്റെ പടിവാതിൽ കടന്നു വന്നത് ആ വീടിന്റെ ഐശ്വര്യത്തിനാണെന്ന് അവർ കരുതിയില്ല. എന്നാൽ ഹരിശങ്കറിന്റെ മനസ്സിൽ അവളോട് തോന്നിയ ചെറിയൊരു കരുണ
കോവിലകത്ത് വലിയൊരു അസൂയയുടെ തീപ്പൊരിയായി മാറി. ശാലീനതയുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന താരയെയും അവളോട് സൗമ്യമായി സംസാരിക്കുന്ന ഹരിശങ്കറിനെയും ബാൽക്കണിയിൽ നിന്നും നോക്കി നിൽക്കുകയായിരുന്നു വർഷ. അവളുടെ കണ്ണുകളിൽ ക്രോധവും അസൂയയും ഇരച്ചു കയറി. ധനികയായ വർഷയ്ക്ക് ചെറുപ്പം മുതലേ ഹരിശങ്കറിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി രുക്മിണി അമ്മയുടെ പൂർണ്ണ പിന്തുണയും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ഹരിശങ്കർ തന്നോട് കാണിക്കാത്ത ഒരു പരിഗണനയും ശ്രദ്ധയും അഴുക്ക് പുരണ്ട വസ്ത്രമിട്ട ഒരു വീട്ടുജോലിക്കാരിയോട് കാണിക്കുന്നത് വർഷയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വേഗത്തിൽ പടികളിറങ്ങി രുക്മിണി അമ്മയുടെ മുറിയിലെത്തി. അമ്മായി, നിങ്ങൾ കണ്ടോ? ഹരി ആ പുതിയ ജോലിക്കാരിയോട് സംസാരിച്ച് നിൽക്കുന്നത്. അവൾ എന്തോ തന്ത്രം മെനഞ്ഞ് ഹരിയുടെ മനസ്സിൽ ഇടം പിടിക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ നിൽക്കുന്നത് നമുക്ക് അപകടമാണ്. രുക്മിണി അമ്മയുടെ മുഖം കടുത്തു. അവർ കസേരയിൽ നിന്നും എഴുന്നേറ്റു. നീ പേടിക്കേണ്ട വർഷേ, ആ പെൺകുട്ടിക്ക് ഈ വീട്ടിലെ ആയുസ് അധികമില്ല. അവളുടെ അമ്മയുടെ ചികിത്സയ്ക്കായി അവൾ ചോദിച്ച അഡ്വാൻസ് തുക ഞാൻ കൊടുത്തിട്ടില്ല. അവൾ സ്വയം ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ മാറ്റാം. അതുപോലെ അമ്മായി, വർഷ തന്ത്രപൂർവ്വം പറഞ്ഞു. അവളെ വെറുതെ പുറത്തിറക്കിയാൽ ഹരിക്ക് അവളോട് അനുകമ്പ കൂടും. അവനെ കൊണ്ട് തന്നെ അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കിവിടണം. അവൾ ഒരു മോഷ്ടാവാണെന്ന് ഹരി വിശ്വസിക്കണം. രുക്മിണി അമ്മയുടെ കണ്ണുകളിൽ നിഗൂഢമായ ചിരി തെളിഞ്ഞു. അന്ന് രാത്രി ബംഗ്ലാവിന് പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മൂടൽ മഞ്ഞും തണുപ്പും കോവിലകത്തെ പൊതിഞ്ഞു നിന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി. താര താഴത്തെ വരാന്തയിലെ ചെറിയ മുറിയിൽ അമ്മയുടെ മരുന്നുകളെക്കുറിച്ചും അടുത്ത ദിവസം താൻ ചെയ്യേണ്ട ജോലികളെക്കുറിച്ചും ആലോചിച്ച് കിടക്കുകയായിരുന്നു. ക്ഷീണം കാരണം അവൾ പതുക്കെ ഉറക്കത്തിലേക്ക് വീണു. ആ സമയം ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു നിഴൽ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. അത് വർഷയായിരുന്നു. കയ്യിൽ രുക്മിണി അമ്മയുടെ മുറിയിൽ നിന്നെടുത്ത വിലപിടിപ്പുള്ള വജ്രം പതിച്ച വലിയൊരു സ്വർണ്ണമാലയുണ്ടായിരുന്നു. അവൾ ചുറ്റും ആരുമില്ലെന്നുറപ്പുവരുത്തി താര ഉറങ്ങുന്ന മുറിയുടെ വാതിൽ പതുക്കെ തള്ളി തുറന്നു. താരയുടെ പഴയ തുണിസഞ്ചിയിൽ ജനലരികിൽ ഇരിപ്പുണ്ടായിരുന്നു. വർഷ ആ ഡയമണ്ട് മാല ആ ബാഗിൻ്റെ ഏറ്റവും അടിയിലേക്ക് തിരികെ വെച്ചു. ഇനി നാളെ രാവിലെ നിന്റെ കളി അവസാനിക്കും താരേ, വർഷ മനസ്സിൽ വിചാരിച്ച് ക്രൂരമായി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. എന്നാൽ വർഷ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങി മുകളിലേക്ക് കയറുമ്പോൾ ഇരുണ്ട ഇടനാഴിയുടെ വശത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു. ഹരിശങ്കർ. അവൾ കൈകൾ കെട്ടി തണുത്ത കണ്ണുകളോടെ വർഷയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വർഷ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു പോയി. കൈകാലികൾ വിറയ്ക്കാൻ തുടങ്ങി. ഹരി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അവൾ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. നീ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് വർഷ? ഈ അർദ്ധരാത്രിയിൽ താരയുടെ മുറിയുടെ ഭാഗത്ത് നിനക്കെന്തായിരുന്നു കാര്യം? ഹരിശങ്കറിൻ്റെ ശബ്ദത്തിൽ കടുത്ത ഗൗരവമുണ്ടായിരുന്നു. അത് ഞാൻ ഹരി, താഴെ വെള്ളം കുടിക്കാൻ വന്നതാണ്. വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്കല്ലേ പോകേണ്ടത്? താര കിടക്കുന്ന മുറിയിലേക്കാണോ? ഹരിശങ്കർ ഒരടി മുന്നോട്ട് വെച്ച് അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിന്റെ കയ്യിൽ ഞാൻ എന്താണ് കണ്ടതെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് വർഷ. വർഷയുടെ മുഖത്തെ ചോര ഒഴിഞ്ഞുപോയി. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അമ്മയും നീയും കൂടെ എന്താണ് പദ്ധതിയിടുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷെ ഒരു കാര്യം ഓർമ്മ വെച്ചോ, അനാവശ്യമായി ആ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കിയാൽ ഞാൻ ഇവിടെ കണ്ട സത്യം എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയും. ഹരിശങ്കർ കർശനമായി മുന്നറിയിപ്പ് നൽകി. പിറ്റേന്ന് രാവിലെ ബംഗ്ലാവിൽ വലിയൊരു ബഹളമുയർന്നു. രുക്മിണിയമ്മ ഹാളിൽ നിന്നും ഉറക്കെ നിലവിളിക്കുകയായിരുന്നു. എൻ്റെ വില കൂടിയ വജ്രമാല കാണാനില്ല. ഇന്നലെ രാത്രി ഞാനത് മേശപ്പുറത്താണ് വെച്ചത്. ഈ വീട്ടിൽ പുതിയതായി വന്ന ആ ജോലിക്കാരിയല്ലാതെ വേറെ ആരും ആ മുറിയിലേക്ക് വന്നിട്ടില്ല. വേലായുധനും ശ്യാമളയും ഭയത്തോടെ ഹാളിൽ വന്നു നിന്നു. താര പേടിയോടെ കൈകൂപ്പി പറഞ്ഞു. അമ്മേ, ഞാനൊന്നും എടുത്തിട്ടില്ല. എനിക്കറിയില്ലമ്മേ. നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട. രുക്മിണിയമ്മ ദേഷ്യത്തോടെ താരയുടെ അടുത്തേക്ക് വന്ന്. വേലായുധൻ, അവളുടെ ബാഗ് പോയി പരിശോധിച്ചേ. താര കരഞ്ഞു പോയി. വേണ്ടമ്മേ, ഞാൻ കള്ളിയല്ല. വേലായുധൻ താരയുടെ മുറിയിലേക്ക് നടക്കാൻ തുനിഞ്ഞതും മുകളിൽ നിന്നും ഗാംഭീര്യമുള്ള ഒരു ശബ്ദം കേട്ടു. നിൽക്ക് വേലായുധേട്ടാ. എല്ലാവരും ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. ഹരിശങ്കർ പടികൾ ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു. അവൻ നേരെ വർഷയുടെ മുന്നിൽ വന്ന് നിന്നു. മാല തിരയേണ്ടത് താരയുടെ ബാഗിലല്ലമ്മേ, ഈ വർഷയുടെ കയ്യിലാണ്. ഹാളിൽ നിശബ്ദത പടർന്നു. രുക്മിണി അമ്മയുടെയും വർഷയുടെയും മുഖം വിളറി. ഹാളിൽ ശ്വാസമടക്കി പിടിച്ച നിശബ്ദത പടർന്നു. ഹരിശങ്കർ വർഷയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ വാക്കുകൾ കേട്ട് രുക്മിണിയമ്മയുടെ മുഖത്തുണ്ടായിരുന്ന ഗാംഭീര്യം നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. വേലായുധനും ശ്യാമളയും ഞെട്ടലോടെ പരസ്പരം നോക്കി. ഹരി, നീ എന്തായി പറയുന്നത്? രുക്മിണിയമ്മ ശബ്ദം താഴ്ത്തി ചോദിച്ചു. വർഷ വലിയൊരു തറവാട്ടിലെ പെൺകുട്ടിയാണ്. അവൾ എന്തിന് എൻ്റെ മാല എടുക്കണം? അവൾ മാല മോഷ്ടിക്കാനല്ലമ്മേ ആ മുറിയിൽ പോയത്. ഹരിശങ്കർ കടുപ്പത്തിൽ പറഞ്ഞു. ഇന്നലെ അർദ്ധരാത്രി താരയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിക്ക് ഞാൻ വർഷയെ കൈയോടെ പിടിച്ചതാണ്. ആ മാല താരയുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ച് ഇന്നിവിടെ അവളെ മോഷണക്കുറ്റത്തിന് പോലീസിൽ ഏൽപ്പിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. ഹരിശങ്കർ വർഷയുടെ അടുത്തേക്ക് ഒരു പടി കൂടി അടുത്തു. പറ വർഷ,
ഞാൻ പറയുന്നത് തെറ്റാണോ? ഇന്നലെ രാത്രി നീ എൻ്റെ മുന്നിൽ വെച്ച് വിറച്ചു നിന്നത് കള്ളമല്ലെന്ന് തെളിയിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? വർഷയുടെ മുഖം അപമാനത്താൽ കുനിഞ്ഞു. അവൾക്ക് തലയുയർത്തി ഹരിശങ്കറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ആയില്ല. താര കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ ഹരിശങ്കറിനെ നോക്കി. താൻ ചെയ്യാത്ത തെറ്റിന് തന്നെ വിശ്വസിക്കാനും സംരക്ഷിക്കാനും ആ വീട്ടിൽ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവളുടെ മനസ്സിനെ ആർദ്രമാക്കി. രുക്മിണിയമ്മ സാഹചര്യം മോശമാകുന്നത് കണ്ടു. ഈ കാര്യം പുറത്തറിഞ്ഞാൽ തൻ്റെ തറവാടിനും വർഷയുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന നാണക്കേടോർത്ത് അവർ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അത് അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ വർഷ എന്തോ തിരയാൻ പോയതായിരിക്കും. ഹരി, നീ ഇതൊരു വലിയ കാര്യമാക്കണ്ട. രുക്മിണിയമ്മ കാര്യങ്ങൾ ലഘൂകരിക്കാൻ നോക്കി. താരേ, നീ പോയി നിന്റെ ജോലി ചെയ്. താര കണ്ണു തുടച്ച് അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ബംഗ്ലാവിൻ്റെ വശത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് നടന്നുപോയ വർഷയുടെ നെഞ്ചിൽ പ്രതികാരത്തിൻ്റെ തീ ഉയരുകയായിരുന്നു. അവളുടെ കൈകൾ കോപം കൊണ്ട് വിറച്ചു. ഹരിശങ്കർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ അപമാനത്തിന് കാരണം ആ വീട്ടുജോലിക്കാരി താര മാത്രമാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയില്ലേടി, ഇതിന് നിനക്കുള്ള മറുപടി ഞാൻ തരും. വർഷ പല്ലിറുമ്മി. അന്ന് വൈകുന്നേരം താരയുടെ അമ്മ വിശാലാക്ഷിക്കുള്ള വില കൂടിയ മരുന്നുകൾ വാങ്ങാൻ ടൗണിൽ പോയ വേലായുധൻ മടങ്ങിയെത്തി. ആ മരുന്നുകൾ അടങ്ങിയ കവർ അവൻ അടുക്കളയിലെ മേശപ്പുറത്ത് വെച്ചു. താരേ, നിന്റെ അമ്മയ്ക്കുള്ള മരുന്നുകൾ ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. രാത്രി നീ വീട്ടിൽ പോകുമ്പോൾ ഇത് മറക്കാതെ എടുത്തോളൂ, വേലായുധൻ പറഞ്ഞു. വളരെ നന്ദി വേലായുധേട്ടാ, താര ആശ്വാസത്തോടെ പറഞ്ഞു. ഈ സമയം അടുക്കളയുടെ ജനലരികിലൂടെ നടന്നു പോവുകയായിരുന്ന വർഷ കാഴ്ച കണ്ടു. അവളുടെ കണ്ണുകളിൽ ഒരു ക്രൂരമായ മിന്നൽ തെളിഞ്ഞു. താരയെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും എളുപ്പവഴി അവളുടെ അമ്മയാണെന്ന് വർഷ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ മരുന്നുകളിൽ ഏതെങ്കിലും മാറ്റം വരുത്തിയാൽ, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിയാൽ താര തകർന്നു പോകും. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് അടുക്കളയിൽ ആരും ഉണ്ടാകാറില്ല. ശ്യാമള ചേച്ചി വിശ്രമിക്കാൻ പോകുന്ന സമയം നോക്കി വർഷ പതുക്കെ അടുക്കളയിലേക്ക് ഊളിയിട്ടിറങ്ങി. മേശപ്പുറത്തിരുന്ന മരുന്ന് കവർ അവൾ തുറന്നു. വിശാലാക്ഷിയുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട ലിക്വിഡ് മരുന്നിൻ്റെ കുപ്പി അവൾ കയ്യിലെടുത്തു. അതിനുള്ളിലെ മരുന്ന് മുഴുവൻ സിങ്കിലേക്ക് ഒഴിച്ചു കളഞ്ഞ ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന വിഷമയമായ മറ്റൊരു രാസപദാർത്ഥം അവൾ കലർത്തിവെച്ചു. ഇത് നിന്റെ അമ്മ കുടിക്കുന്നതോടെ നിന്റെ കളി ഇലഞ്ഞിമേട്ടിൽ അവസാനിക്കും താരേ. വർഷ മനസ്സിൽ ക്രൂരമായി ചിരിച്ചു. എന്നാൽ മരുന്ന് കുപ്പി തിരിച്ചു വെച്ച് വർഷ പുറത്തേക്ക് കടക്കുമ്പോൾ തോട്ടത്തിൽ ചെടികൾ വെട്ടിമാറ്റുകയായിരുന്ന ഒരു ജോലിക്കാരൻ ജനലിലൂടെ ആ നിഴൽ കണ്ടിരുന്നു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് താര അമ്മയ്ക്കുള്ള മരുന്നുമായി വീട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങി. ആ സമയം ഹരിശങ്കർ അവളുടെ അടുത്തേക്ക് വന്നു. താര, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അമ്മയ്ക്കുള്ള മരുന്ന് കൃത്യസമയത്ത് കൊടുക്കണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്. വളരെ നന്ദി സാർ. സാറില്ലായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ... താരയ്ക്ക് വാക്കുകൾ പൂർണ്ണമായി പറയാനായില്ല. അതൊന്നും സാരമില്ല, ഹരിശങ്കർ പുഞ്ചിരിച്ചു. താര സന്തോഷത്തോടെ മരുന്നുമായി വീട്ടിലേക്ക് നടന്നു. രാത്രി 8 മണി. താര വീട്ടിലെത്തി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. തുടർന്ന് ബംഗ്ലാവിൽ നിന്നും കൊണ്ടുവന്ന ആ മരുന്ന് കുപ്പി കയ്യിലെടുത്തു. അതിൽ നിന്നും ഒരു സ്പൂൺ മരുന്ന് പകർന്ന് അവൾ അമ്മയുടെ വായുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വിശാലാക്ഷി ആ മരുന്ന് കുടിക്കാൻ വായ തുറന്നു. അതേസമയം കോവിലകം ബംഗ്ലാവിൽ വെച്ച് ഹരിശങ്കറിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു. തോട്ടം ജോലിക്കാരനായിരുന്നു അത്. സാർ, ഉച്ചയ്ക്ക് ശേഷം വർഷ മാഡം അടുക്കളയിൽ കയറി താരയുടെ അമ്മയ്ക്കുള്ള മരുന്ന് കുപ്പിയിൽ എന്തോ കലർത്തുന്നത് ഞാൻ കണ്ടിരുന്നു. അത് കേട്ടതും ഹരിശങ്കറിൻ്റെ കയ്യിലെ ഫോൺ താഴെ വീണു. അവൻ്റെ മുഖം ഭയം കൊണ്ട് വിളറി. മഴ കനത്ത് പെയ്യുകയായിരുന്നു. ഇലഞ്ഞിമേട്ടിലെ വളഞ്ഞു പുളഞ്ഞ മലയോര പാതകളിൽ കനത്ത മൂടൽമഞ്ഞ് കാഴ്ചയെ മറച്ചു. ഹരിശങ്കറിൻ്റെ കറുത്ത ആഡംബരക്കാർ റോഡിലൂടെ പാഞ്ഞുപോയി. അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകിയിരുന്നു. കണ്ണുകളിൽ ഭയവും ക്രോധവും ഒരുപോലെ ഇരച്ചു കയറി. ദൈവമേ, താര ആ മരുന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ അവിടെ എത്തിക്കണേ, ഹരിശങ്കർ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതേസമയം താരയുടെ ചെറിയ ഓടിട്ട വീട്ടിൽ വിശാലാക്ഷി കട്ടിലിൽ കിടക്കുകയായിരുന്നു. താര സ്പൂണിലേക്ക് പകർത്തിയ ആ വിഷമയമായ മരുന്നുമായി അമ്മയുടെ അടുത്തേക്ക് നീങ്ങി. അമ്മേ, ദാ ഈ മരുന്ന് കൂടി കുടിക്കേ. കോവിലകത്ത് നിന്ന് സാർ പ്രത്യേകം വാങ്ങിച്ചു തന്ന മരുന്നാണ്. ഇത് കുടിച്ചാൽ അമ്മയ്ക്ക് ആശ്വാസം കിട്ടും, താര ആർദ്രമായ ശബ്ദത്തോടെ പറഞ്ഞു. വിശാലാക്ഷി മെല്ലെ വായ തുറന്നു. താര സ്പൂൺ അമ്മയുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. തിരക്കേറിയ പാതയിൽ ഹരിശങ്കറിൻ്റെ കാറിൻ്റെ ടയറുകൾ വഴുതിപ്പോയി. റോഡിൻ്റെ വശത്തേക്ക് കാർ ചരിഞ്ഞെങ്കിലും സമയോചിതമായി അവൻ കാർ നിയന്ത്രണത്തിലാക്കി. സമയം ഓരോ സെക്കൻഡും കടന്നു പോകുന്നത് അവനെ ഭയപ്പെടുത്തി. താരയുടെ വീടിന് മുന്നിലെ ഇടവഴിയിലേക്ക് അവൻ കാർ പെട്ടെന്ന് ബ്രേക്കിട്ടു. സ്പൂണിലെ മരുന്ന് വിശാലാക്ഷിയുടെ നാവിൽ തൊടാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ, താരേ, കൊടുക്കരുത്. മുറ്റത്ത് നിന്ന് ഹരിശങ്കറിൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ട് താര ഞെട്ടിപ്പോയി. അവളുടെ കൈ വിറച്ച് സ്പൂൺ താഴേക്ക് വീണു. മരുന്ന് തറയിലെ പായയിലേക്ക് പടർന്നു. അടുത്ത നിമിഷം
വാതിൽ തള്ളി തുറന്ന് ശ്വാസം നിലച്ച മട്ടിൽ ഹരിശങ്കർ മുറിക്കുള്ളിലേക്ക് ഓടിയെത്തി. അവൻ കിതച്ചുകൊണ്ട് താരയുടെ അടുത്തെത്തി ആ മരുന്ന് കുപ്പി ബലമായി പിടിച്ചു വാങ്ങി തറയിലേക്ക് എറിഞ്ഞു. താര അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. സാർ, എന്താ എന്താ സംഭവിച്ചത്? ഹരിശങ്കർ നിലത്ത് കിടക്കുന്ന ആ മരുന്നിലേക്ക് നോക്കി. തറയിലെ പായയിൽ വീണ ഭാഗം പുക ഉയരുന്നതും കരിഞ്ഞു പിടിക്കുന്നതും കണ്ട താരയുടെ കണ്ണുകൾ ഭയം കൊണ്ട് തള്ളി വന്നു. സാർ, ഇതെന്താ ഇങ്ങനെ? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. ഇത് നിന്റെ അമ്മയ്ക്കുള്ള മരുന്നല്ല താരേ, ഇതിലാരോ കടുത്ത വിഷം കലർത്തിയതാണ്, ഹരിശങ്കർ കടുപ്പത്തിൽ പറഞ്ഞു. താര തകർന്നു പോയി. അവൾ തറയിലിരുന്ന് കരയാൻ തുടങ്ങി. ആരാ സാർ എൻ്റെ അമ്മയോട് ഈ ക്രൂരത ചെയ്തത്? ഞങ്ങൾ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ഹരിശങ്കർ താരയുടെ തോളിൽ കൈവച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. താരേ, കരയരുത്. ഈ ചതി ചെയ്തത് ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അവരെ ഞാൻ വെറുതെ വിടില്ല. അന്ന് രാത്രി 10 മണി കോവിലകം ബംഗ്ലാവിലെ ഹാളിൽ രുക്മിണിയമ്മയും വർഷയും സമാധാനത്തോടെ കാപ്പി കുടിക്കുകയായിരുന്നു. താരയുടെ അമ്മ മരിച്ച വാർത്തയും അവൾ പോലീസിലാകുന്ന വിവരവും കേൾക്കാൻ വർഷ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ബംഗ്ലാവിൻ്റെ വലിയ പടിവാതിൽ വൻ ശബ്ദത്തോടെ തുറക്കപ്പെട്ടത്. മഴയിൽ കുതിർന്ന വസ്ത്രങ്ങളോടെ ഹരിശങ്കർ അകത്തേക്ക് കടന്നു വന്നു. അവൻ്റെ പുറകിലായി ഭയന്ന് വിറച്ച് കണ്ണീരണിയുന്ന താരയുമുണ്ടായിരുന്നു. രുക്മിണിയമ്മയും വർഷയും ഞെട്ടലോടെ എഴുന്നേറ്റു. ഹരി, നീ ഇത്രയും വൈകി എവിടെയായിരുന്നു? ഇവളെന്തിനാ ഈ സമയത്ത് ഇവിടെ? രുക്മിണിയമ്മ ചോദിച്ചു. ഹരിശങ്കർ ഒന്നും മിണ്ടിയില്ല. അവൻ നേരെ വർഷയുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണുകളിലെ ക്രോധം കണ്ട വർഷ ഭയന്ന് പിന്നോട്ട് മാറി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹരിശങ്കറിൻ്റെ കൈ വർഷയുടെ കവിളിൽ അടിച്ചമർന്നു. വർഷ നിലത്തേക്ക് തെറിച്ചു വീണു. കവിളിൽ കൈവച്ചവൾ അലറി. ഹരി, നിനക്ക് വട്ടായോ? നീ എന്നെ അടിക്കാൻ മാത്രമായോ? ഹരി, രുക്മിണിയമ്മ ദേഷ്യത്തോടെ ബഹളം വെച്ചു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എൻ്റെ മുന്നിൽ വെച്ച് നീ വർഷയെ കയ്യേറ്റം ചെയ്യാനായോ? അതേ അമ്മേ, എനിക്ക് ഭ്രാന്ത് പിടിച്ചതാണ്, ഹരിശങ്കർ ഗർജിച്ചു. ഈ രാക്ഷസി ചെയ്ത ക്രൂരത അറിഞ്ഞാൽ അമ്മയും ഇവളെ കൊല്ലും. താരയുടെ അമ്മയ്ക്ക് കൊടുക്കാനിരുന്ന മരുന്നിൽ വിഷം കലർത്തിയത് ഇവളാണ്. രുക്മിണിയമ്മ തറഞ്ഞുപോയി. വർഷ വിറയ്ക്കാൻ തുടങ്ങി. ഇത് ആര് പറഞ്ഞു ഹരി? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വർഷ തപ്പിത്തടഞ്ഞു. തോട്ടത്തിലെ ജോലിക്കാരൻ നീ അടുക്കളയിൽ കയറി മരുന്നിൽ വിഷം കലർത്തുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് വർഷേ. ഹരിശങ്കർ പോക്കറ്റിൽ നിന്നും ഫോൺ പുറത്തെടുത്തു. ഇനി നീ പോലീസിനോട് മറുപടി പറഞ്ഞാൽ മതി. വേണ്ട ഹരിസാർ. പെട്ടെന്ന് താര മുന്നോട്ട് വന്നു. ഹരിശങ്കറിൻ്റെ കയ്യിൽ പിടിച്ചു. എല്ലാവരും അത്ഭുതത്തോടെ താരയെ നോക്കി. സാർ, പോലീസിനെ വിളിക്കരുത്, താര കണ്ണീരോടെ പറഞ്ഞു. ഇവർ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടിയാൽ എൻ്റെ അമ്മയുടെ അസുഖം മാറില്ല. എനിക്കെൻ്റെ അമ്മയുടെ ജീവനാണ് വലുത്. ദയവ് ചെയ്ത് ശമ്പളം തന്നെ തിരികെ അയക്കൂ. ഞാൻ എൻ്റെ അമ്മയെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. താരയുടെ ആ വാക്കുകൾ രുക്മിണിയമ്മയുടെ മനസ്സിൽ ആദ്യമായി ഒരു ചെറിയ കുറ്റബോധത്തിൻ്റെ വിങ്ങൽ അനുഭവപ്പെട്ടു. തങ്ങൾ ഇത്രയും ക്രൂരത കാട്ടിയിട്ടും തങ്ങളെ പോലീസിൽ കൊടുക്കരുതെന്ന് യാചിക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ മനസ്സവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ഹരിശങ്കർ താരയെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇല്ല താരേ, നീ എങ്ങോട്ടും പോകില്ല. നിന്റെ അമ്മയുടെ ചികിത്സയുടെ മുഴുവൻ ചെലവും ഞാൻ ഏറ്റെടുക്കുന്നു. നാളെ തന്നെ അമ്മയെ നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റും. വർഷയെ നോക്കി അവൻ കൂട്ടിച്ചേർത്തു. നീ ഇപ്പോൾ തന്നെ ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകണം വർഷേ. ഇനി ഇവിടെ നിന്റെ നിഴൽ പോലും കണ്ടുപോകരുത്. വർഷ അപമാനത്താൽ തല താഴ്ത്തി അവിടുന്ന് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി താരയ്ക്ക് താഴത്തെ മുറിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് ഹരിശങ്കറിനോടുള്ള നന്ദി അവൾ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. സമയം അർദ്ധരാത്രി 1:30 കഴിഞ്ഞു. മഴ കനത്ത് പെയ്യുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും വീണ്ടും ആ ശബ്ദം കേട്ടു. ആരും പോകരുതെന്ന് രുക്മിണിയമ്മ കർശനമായി വിലക്കിയിട്ടുള്ള ആ കിഴക്കേ അറ്റത്തെ അടഞ്ഞ മുറിയിൽ നിന്നൊരു വലിയ പാത്രം താഴെ വീഴുന്ന ശബ്ദവും തുടർന്ന് ഒരു സ്ത്രീയുടെ ദയനീയമായ കരച്ചിലും. ഇത്തവണ ഭയം മാറ്റിവെച്ച് ആ മുറിയിലെ രഹസ്യം എന്താണെന്നറിയാൻ താര പതുക്കെ മുകളിലത്തെ പടികൾ കയറാൻ തുടങ്ങി. നിശബ്ദത പടർന്ന ആ രാത്രിയിൽ തടിപ്പടികൾ കയറുമ്പോൾ താരയുടെ സ്വന്തം നെഞ്ചിടിപ്പ് മാത്രമാണ് അവൾ കേട്ടത്. മുകളിൽ മങ്ങിയ വെളിച്ചം മാത്രം തെളിഞ്ഞു നിന്ന ആ ഇടനാഴിയിലൂടെ അവൾ പതുക്കെ മുന്നോട്ട് നടന്നു. കാറ്റിൻ്റെ ഒച്ചയ്ക്കൊപ്പം ആ അടഞ്ഞ മുറിക്കുള്ളിൽ നിന്നുള്ള കരച്ചിലിൻ്റെ ശബ്ദവും വ്യക്തമായി വന്നു. അത് അലറി വിളിച്ചുള്ള കരച്ചിലായിരുന്നില്ല, മറിച്ച് ആരോ തൻ്റെ വേദന പുറത്തു പറയാനാവാതെ ഉള്ളിലൊതുക്കി കരയുന്ന ദയനീയമായ ആത്മഗതമായിരുന്നു. താര വിറയ്ക്കുന്ന കൈകളോടെ ആ കിഴക്കേ മുറിയുടെ വാതിലിനടുത്തെത്തി. പഴക്കം ചെന്ന ആ മരവാതിലിൽ വലിയൊരു പൂട്ടുണ്ടായിരുന്നു. എന്നാൽ വാതിലിൻ്റെ താഴത്തെ ഭാഗത്തെ തടികൾക്കിടയിൽ ചെറിയൊരു വിടവുണ്ടായിരുന്നു. പേടിയോടെയാണെങ്കിലും താര മുട്ടുകുത്തിയിരുന്ന് ആ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. മങ്ങിയ ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൾ ആ കാഴ്ച കണ്ടു. ആ വിശാലമായ മുറിയുടെ ഒരറ്റത്ത് കട്ടിലിൽ ഇരുന്ന് കരയുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. അയഞ്ഞ പഴയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു പെൺകുട്ടി. അവൾക്ക് ചുറ്റും പാത്രങ്ങളും പുസ്തകങ്ങളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അവളുടെ കാലുകളിൽ ചെറിയൊരു ചങ്ങലയുണ്ടായിരുന്നു. ഓരോ തവണ അവൾ വിറയ്ക്കുമ്പോഴും ആ ചങ്ങല ശബ്ദിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം കണ്ട താരയുടെ ശ്വാസം നിലച്ചുപോയി. കാരണം
ആ പെൺകുട്ടിയുടെ മുഖത്തിന് ഹരിശങ്കറിൻ്റെ മുഖവുമായി നല്ല സാദൃശ്യമുണ്ടായിരുന്നു. ഇതാരാണ്? ഹരിസാറിൻ്റെ അനിയത്തിയാണോ? ദൈവമേ, ഇവരെന്തിനാണ് ഈ മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി കിടക്കുന്നത്? താര മനസ്സിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നൊരാൾ താരയുടെ തോളിൽ കടുപ്പത്തിൽ പിടിച്ചു. താര ഭയന്നലറി വിളിക്കാൻ തുനിഞ്ഞെങ്കിലും ആ കൈ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. പേടിയോടെ തിരിഞ്ഞു നോക്കിയ താര കണ്ടത് കാര്യസ്ഥൻ വേലായുധനെയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഭയമായിരുന്നു. അവൻ താരയെ പതുക്കെ വലിച്ച് താഴത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താഴത്തെ വരാന്തയിലെത്തിയപ്പോൾ വേലായുധൻ കൈവിട്ടു. നിന്നോട് ശ്യാമളയും തമ്പുരാട്ടിയും പറഞ്ഞിട്ടുള്ളതല്ലേ ആ മുറിയുടെ ഭാഗത്തേക്ക് പോകരുതെന്ന്? നിനക്ക് ജീവനിൽ കൊതിയില്ലേ പെണ്ണേ? വേലായുധൻ ശബ്ദം താഴ്ത്തി ദേഷ്യപ്പെട്ടു. താര കണ്ണീരോടെ കൈകൂപ്പി. വേലായുധേട്ടാ, ആരാണ് ആ മുറിക്കുള്ളിൽ? എന്തിനാണ് ആ പാവം പെൺകുട്ടിയെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഹരിസാറിനോട് സാദൃശ്യമുള്ള ആ പെൺകുട്ടി ആരാണ്? വേലായുധൻ ചുറ്റും പേടിയോടെ നോക്കി. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവൻ ഒരു ദീർഘശ്വാസമെടുത്തു. അത് ഹരിമോൻ്റെ ഇരട്ട സഹോദരിയാണ്, മാളവിക. താര ഞെട്ടിത്തരിച്ചുപോയി. ഹരിസാറിന് ഒരു ഇരട്ട സഹോദരിയോ? പക്ഷെ നാട്ടുകാരെല്ലാവരും പറയുന്നത് തമ്പുരാട്ടിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂവെന്നാണല്ലോ. അതാണ് ഈ കോവിലകത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം താരെ. വേലായുധൻ പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് മാളവിക തമ്പുരാട്ടിക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് രുക്മിണി തമ്പുരാട്ടി തന്നെയാണ് അവളെ ആ മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയത്. തറവാടിന് ചീത്തപ്പേര് വരാതിരിക്കാൻ മാളവിക ചെറുപ്പത്തിലെ മരിച്ചുപോയെന്നാണ് പുറത്തു പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ വേലായുധൻ ശബ്ദം പിന്നെയും താഴ്ത്തി. മാളവികയ്ക്ക് ഒരു മാനസിക പ്രശ്നവുമില്ല. ഈ തറവാട്ടിലെ മുഴുവൻ സ്വത്തുക്കളുടെയും യഥാർത്ഥ അവകാശി മാളവിക തന്നെയാണ്. ആ സ്വത്തുക്കൾ ഹരിയുടെയും രുക്മിണിയമ്മയുടെയും പേരിലേക്ക് മാറ്റാൻ മാളവിക സമ്മതിക്കാത്തത് കൊണ്ടാണ് അവളെ ഇങ്ങനെ ജീവനോടെ ആ മുറിക്കുള്ളിൽ തടവിലാക്കിയിരിക്കുന്നത്. താരയുടെ കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകിയിറങ്ങി. സ്വന്തം മകളെ പണത്തിനും സ്വത്തിനും വേണ്ടി ഒരു ക്രൂരയെപ്പോലെ അടച്ചു പൂട്ടിയിരിക്കുന്ന രുക്മിണിയമ്മയുടെ ക്രൂരതയോർത്ത് അവൾ കറപ്പ് തോന്നി. പക്ഷേ ഹരിസാറിന് ഇതെല്ലാം അറിയാമോ വേലായുധേട്ടാ? താര ചോദിച്ചു. ഇല്ല, വേലായുധൻ പറഞ്ഞു. ഹരി തമ്പുരാൻ വിദേശത്ത് പഠിക്കാൻ പോയ സമയത്താണ് തമ്പുരാട്ടി ഈ നാടകം കളിച്ചത്. അനിയത്തി മരിച്ചുപോയെന്നാണ് ഹരിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അവൻ ആ മുറിയുടെ വശത്തേക്ക് പോലും പോകാറില്ല. ഹരി ഇതറിഞ്ഞാൽ ഈ കോവിലകം കത്തിച്ചു കളയും. താര നിശ്ചലയായി നിന്നു. താൻ എത്തിച്ചേർന്നിരിക്കുന്നത് വെറും ഒരു വലിയ ബംഗ്ലാവിലല്ല, മറിച്ച് അനീതിയുടെയും ചതിയുടെയും കോട്ടയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ മഴ മാറി. ഇലഞ്ഞിമേട്ടിൽ വെയിൽ തെളിഞ്ഞു. ഹരിശങ്കർ രാവിലെ തന്നെ താഴേക്ക് വന്നപ്പോൾ താര അമ്മയ്ക്കുള്ള മരുന്നുകളുമായി ആശുപത്രിയിലെ രേഖകൾ ശരിയാക്കാൻ പോകാനൊരുങ്ങുകയായിരുന്നു. താരെ, അമ്മയെ നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആംബുലൻസും ഡോക്ടർമാരുടെ അപ്പോയിൻമെൻറ്റും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീ വിഷമിക്കേണ്ട, ഹരിശങ്കർ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. താര ഹരിശങ്കറിനെ നോക്കി. തനിക്കായി ഇത്രയധികം സഹായിക്കുന്ന ഈ നല്ല മനുഷ്യൻ സ്വന്തം അമ്മ തന്നോട് മറച്ചു വച്ചിരിക്കുന്ന ആ വലിയ ചതി അറിയാതെ ജീവിക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ അവളുടെ മനസ്സ് വിങ്ങി. സാറിനോട് എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട്, താര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഹരിശങ്കർ അത്ഭുതത്തോടെ അവളെ നോക്കി. എന്താ താരെ, എന്താണ് പ്രശ്നം? ആ സമയം പടികളിറങ്ങി താഴേക്ക് വരികയായിരുന്ന രുക്മിണിയമ്മ ആ സംഭാഷണം കേട്ടു. താര എന്തോ വലിയ രഹസ്യം ഹരിയോട് പറയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അവരുടെ മുഖത്ത് ഭയം നിഴലിച്ചു. താരേ, രുക്മിണിയമ്മ അലറിക്കൊണ്ട് താഴേക്ക് വന്നു. താര ഹരിശങ്കറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സർ, നിങ്ങളുടെ അനിയത്തി മാളവിക മരിച്ചിട്ടില്ല. അവൾ ആ മുകളിലത്തെ അടഞ്ഞ മുറിക്കുള്ളിൽ ജീവനോടെയുണ്ട്. ഇടുത്തി വെട്ടുന്നത് പോലെയുള്ള ആ വാക്കുകൾ ഹാളിൽ മുഴങ്ങി. ഹരിശങ്കർ തറഞ്ഞുപോയി. അവന് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താരേ, നീ എന്തായി പറയുന്നത്? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. എൻ്റെ അനിയത്തി മാളവിക, അവൾ അസുഖം വന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞതാണ്. ഇല്ല സാർ, ഞാൻ അതെൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. താര കരഞ്ഞുപോയി. ആ മുകളിലത്തെ അടഞ്ഞ മുറിക്കുള്ളിൽ കട്ടിലിരുന്ന് കരയുന്നത് സാറിൻ്റെ അനിയത്തിയാണ്. വേലായുധേട്ടനും ഇതെല്ലാം അറിയാം സാർ. ഹരിശങ്കർ പടികൾക്ക് മുന്നിൽ നിൽക്കുന്ന വേലായുധനെ സൂക്ഷിച്ചു നോക്കി. വേലായുധൻ ഭയത്തോടെ തല താഴ്ത്തി വിറച്ചു നിന്നു. രുക്മിണിയമ്മയുടെ മുഖത്തെ ചോരയെല്ലാം തോർന്നു പോയിരുന്നു. എങ്കിലും അവർ കടുപ്പം നടിച്ച് മുന്നോട്ട് വന്നു. ഹരി, നീ ഈ വീട്ടുജോലിക്കാരി പെൺകുട്ടി പറയുന്നത് കേട്ട് വഴിതെറ്റരുത്. ഇവൾ നിന്റെ മനസ്സ് മാറ്റാൻ എന്തൊക്കെയോ കള്ളങ്ങൾ പറയുകയാണ്. നീ അത് വിശ്വസിക്കരുത്. രുക്മിണിയമ്മ അലറി. മിണ്ടരുതമ്മേ. ഹരിശങ്കറിൻ്റെ അലർച്ച ബംഗ്ലാവിൻ്റെ ചുമരുകളിൽ പ്രതിധ്വനിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. ഇത്രയും നാൾ അമ്മ പറയുന്നത് മാത്രമാണ് ഞാൻ വിശ്വസിച്ചത്. അമ്മ എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. എന്നാൽ ഇനി അതില്ല. ഹരിശങ്കർ തിരിഞ്ഞ് പടികൾ ഓടിക്കയറാൻ തുടങ്ങി. ഹരി, അവിടെ നിൽക്ക്, അങ്ങോട്ട് പോകരുത്. രുക്മിണിയമ്മ പിന്നാലെ ഓടി.
താരയും വേലായുധനും അവരെ പിന്തുടർന്നു. മുകളിലത്തെ ഇടനാഴിയിലൂടെ പാഞ്ഞെത്തിയ ഹരിശങ്കർ ആ കിഴക്കേ അറ്റത്തെ അടഞ്ഞ മുറിയുടെ വാതിലിന് മുന്നിൽ വന്നു നിന്നു. അവിടെ വലിയൊരു ഇരുമ്പ് പൂട്ടുണ്ടായിരുന്നു. വേലായുധൻ, താക്കോൽ എവിടെ? ഹരിശങ്കർ അലറി. വേലായുധൻ ഭയത്തോടെ ഉടുപ്പിന്റെ പോക്കറ്റിൽ നിന്നും താക്കോൽ കൂട്ടം എടുത്തു നൽകി. രുക്മിണിയമ്മ ഓടിയെത്തി ഹരിശങ്കറിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഹരി, നീ അത് ചെയ്യരുത്. ആ വാതിൽ തുറക്കരുത്. നിനക്ക് കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയില്ല. അവൾക്ക് ഭ്രാന്താണ് ഹരി. അവളെ പുറത്തിറക്കിയാൽ കുടുംബത്തിന്റെ മാനം പോകും. ഹരിശങ്കർ അമ്മയുടെ കൈകൾ ബലമായി തട്ടിമാറ്റി. അവൾക്ക് ഭ്രാന്താണോ അതോ സ്വത്തിനു വേണ്ടി അമ്മ അവൾക്ക് ഭ്രാന്തുണ്ടാക്കിയതാണോ ഞാൻ ഇപ്പോൾ അറിയിച്ചു തരാം. അവൻ വിറയ്ക്കുന്ന കൈകളോടെ പൂട്ട് തുറന്നു. ചങ്ങലകൾ താഴെ വീണു. വലിയ ശബ്ദത്തോടെ അവൻ ആ മരവാതിൽ തള്ളി തുറന്ന് മുറിക്കുള്ളിലെ ഇരുട്ടിലേക്ക് വെളിച്ചം അടിച്ചു കയറി. മുറിയുടെ അറ്റത്ത് കരഞ്ഞുകൊണ്ട് ഭയത്തോടെ ചുരുണ്ടുകൂടിയിരുന്ന ആ പെൺകുട്ടി വെളിച്ചം കണ്ടതും കൈകൾ കൊണ്ട് മുഖം മറച്ചു. ഹരിശങ്കറിന്റെ നെഞ്ച് പിടഞ്ഞു. അവൻ പതിയെ മുറിക്കുള്ളിലേക്ക് നടന്നു. പഴകിയ വസ്ത്രങ്ങളും മെലിഞ്ഞുണങ്ങിയ ആ ശരീരവും കാലുകളിലെ വിലങ്ങുപോലെയുള്ള ചിലങ്കയും കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിയന്ത്രണമില്ലാതെ കണ്ണുനീരൊഴുകി. മാളു. അവന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ പെൺകുട്ടി പതിയെ കൈകൾ മാറ്റി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ആദ്യം ഭയമായിരുന്നു. എന്നാൽ ഹരിശങ്കറിന്റെ കണ്ണീരും അവനെ കണ്ടുള്ള ഓർമ്മകളും അവളുടെ മനസ്സിലേക്ക് തിരിച്ചെത്തി. ഹരി, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ വിളിച്ചു. ഹരിശങ്കർ ഓടിച്ചെന്ന് അനിയത്തിയെ കെട്ടിപ്പിടിച്ച്. മാളു, നിന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോയതിന് എന്നോട് പൊറുക്കണം. അവൻ പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ടു നിന്ന താരയുടെയും വേലായുധന്റെയും കണ്ണുകൾ നിറഞ്ഞു. അല്പസമയത്തിന് ശേഷം മാളവികയെ ചേർത്ത് പിടിച്ച് ഹരിശങ്കർ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇടനാഴിയിൽ തളർന്നു നിൽക്കുന്ന രുക്മിണിയമ്മയുടെ മുന്നിൽ അവൻ വന്നു നിന്നു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യവും അറപ്പുമായിരുന്നു. സ്വന്തം മകളെ പണത്തിനും സ്വത്തിനും വേണ്ടി ജീവനോടെ ഈ ഇരുട്ടറയിൽ തടവിലിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഹരിശങ്കർ വെറുപ്പോടെ ചോദിച്ചു. അച്ഛനുണ്ടാക്കി വെച്ച സ്വത്തുക്കൾ ഇവളുടെ പേരിലാണെന്നല്ലേ അമ്മ എന്നോട് മറച്ചു വെച്ചത്? വിദേശത്ത് പഠിക്കുന്ന സമയത്ത് ഇവൾ മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞ് എൻ്റെ പക്കൽ നിന്നും ഒപ്പുകൾ വാങ്ങിയതും ഇതിനു വേണ്ടിയായിരുന്നല്ലേ? രുക്മിണിയമ്മയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവർ തല താഴ്ത്തി നിന്നു. ഇനി ഈ തറവാട്ടിൽ അമ്മയ്ക്ക് സ്ഥാനമില്ല. ഹരിശങ്കർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഈ കോവിലകവും തോട്ടവും മാളവികയുടേതാണ്. അമ്മ ചെയ്ത ഈ വലിയ പാപത്തിന് നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. അവൻ താരയുടെ അടുത്തേക്ക് വന്നു. താരേ, നീ ഇന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. ഈ വീടിൻ്റെ കറുത്ത രഹസ്യങ്ങളിൽ നിന്നും എൻ്റെ അനിയത്തിയെ നീ പുറത്തെടുത്തു. താര കണ്ണീരോടെ തലയാട്ടി. എന്നാൽ അതേസമയം ബംഗ്ലാവിൻ്റെ പുറത്ത് കോവിലകത്തിൻ്റെ ഗേറ്റിന് മുന്നിൽ ഒരു കറുത്ത വണ്ടി വന്നു നിന്നു. ഈ നാട് വിട്ടു പോയെന്ന് കരുതിയ വർഷയും അവളുടെ അച്ഛൻ ഇലഞ്ഞിമേട്ടിലെ പ്രഭുവായ രാജശേഖരനുമായിരുന്നു. അവരുടെ കൈകളിൽ ആയുധങ്ങളും പോലീസിൻ്റെ ചില വ്യാജരേഖകളും ഉണ്ടായിരുന്നു. ഈ കോവിലകവും അതിൻ്റെ സ്വത്തുക്കളും അങ്ങനെ ഹരിയും ആ ജോലിക്കാരിയും കൂടെ കൊണ്ടുപോകേണ്ട. രാജശേഖരൻ അഹങ്കാരത്തോടെ ചിരിച്ചു. ബംഗ്ലാവിൻ്റെ ഭീമാകാരമായ മരവാതിലുകൾ തള്ളിത്തുറന്നുകൊണ്ട് രാജശേഖരനും അയാളുടെ അക്രമി സംഘവും അകത്തേക്ക് അതിക്രമിച്ച് കയറി. കൈകളിൽ ആയുധങ്ങളുമായി നിൽക്കുന്ന അക്രമികളെ കണ്ടതും ശ്യാമള ചേച്ചി പേടിച്ച് നിലവിളിച്ചു. വേലായുധൻ പടികൾക്കിടയിൽ തടഞ്ഞു നിന്നെങ്കിലും അയാളെ തള്ളിമാറ്റി രാജശേഖരൻ മുന്നോട്ട് നടന്നു. ആരാടാ ഇവിടെ ബഹളം വയ്ക്കുന്നത്? ഹരിശങ്കർ മാളവികയെ താരയുടെ കൈകളിൽ ഏൽപ്പിച്ച ശേഷം പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. അവൻ്റെ കണ്ണുകളിൽ കനൽ പുകയുന്നുണ്ടായിരുന്നു. എൻ്റെ അനുവാദമില്ലാതെ ഈ കോവിലകത്തിൻ്റെ പടിവാതിൽ കടക്കാൻ നിനക്കൊക്കെ എത്ര ധൈര്യമുണ്ട്? രാജശേഖരൻ ഉറക്കെ ചിരിച്ചു. നിന്റെ അനുവാദം എന്തിനാ ഹരിശങ്കർ? നീ ഈ നിൽക്കുന്ന മണ്ണും ഈ കോവിലകവും ഇതിനു ചുറ്റുമുള്ള ഏക്കറുകളോളം വരുന്ന തോട്ടവുമെല്ലാം ഇനി മുതൽ എൻ്റേതാണ്. അയാൾ കയ്യിലിരുന്ന ആധാരങ്ങളുടെയും പോലീസിൻ്റെ ചില ഔദ്യോഗിക രേഖകളുടെയും പകർപ്പുകൾ വായുവിൽ വീശി. വർഷയ്ക്ക് നീ നൽകിയ അപമാനത്തിന് ഞാൻ പകരം വീട്ടുമെന്ന് പറഞ്ഞതാണ് നിന്റെ അമ്മ രുക്മിണി. ഈ തറവാട് സ്വത്തുക്കൾ ഈടുവെച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കോടികളുടെ കടമുണ്ട്. അതിന് പലിശയും കൂട്ടുപലിശയുമായി ഇന്ന് ഈ കോവിലകം മുഴുവൻ എനിക്ക് സ്വന്തമാണ്. ഇന്നു മുതൽ നിങ്ങൾ ആരും ഈ ബംഗ്ലാവിൽ നിൽക്കാൻ അർഹരല്ല. ഹരിശങ്കർ ഞെട്ടലോടെ അമ്മ രുക്മിണിയമ്മയെ നോക്കി. അവർ വിറയ്ക്കുന്ന ശരീരത്തോടെ ഭിത്തിയിൽ ചാരി തല താഴ്ത്തി നിന്നു. അമ്മേ, ഇത് സത്യമാണോ? ഹരിശങ്കർ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. ഇവരിൽ നിന്നും അമ്മ പണം വാങ്ങിച്ചിട്ടുണ്ടോ? രുക്മിണിയമ്മ കണ്ണീരോടെ തലയാട്ടി. ഹരി, ഞാൻ തറവാട്ടിലെ ബിസിനസ് നഷ്ടത്തിലായപ്പോൾ ഇവരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. അത് വീട്ടാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞാൻ മാളവികയെ അടച്ചു പൂട്ടിയതും വർഷയുമായി നിന്റെ വിവാഹം നടത്തി ഈ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയതും. ഹരിശങ്കറിന് അറപ്പ് തോന്നി. സ്വത്തിൻ്റെ പേരിൽ അനിയത്തിയെ തടവിലാക്കുകയും കടത്തിൻ്റെ പേരിൽ സ്വന്തം തറവാട് അന്യൻ്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്ത സ്വന്തം അമ്മയോട് അവന് കടുത്ത വെറുപ്പ് തോന്നി. വർഷ അഹങ്കാരത്തോടെ താരയുടെ അടുത്തേക്ക് നടന്നു. കണ്ടോടി ജോലിക്കാരി പെണ്ണെ,
നീ ഇത്രയൊക്കെ കളിച്ചിട്ടും നിനക്ക് എന്താ കിട്ടിയത്? ഈ ബംഗ്ലാവും ഇതിലെ സ്വത്തുക്കളും അവസാനം എൻ്റെ കൈകളിൽ തന്നെ എത്തിയില്ലേ? ഹരിയെ നീ കൈക്കലാക്കാൻ നോക്കിയതിൻ്റെ ഫലമാണിത്. താരവർഷയുടെ കണ്ണുകളിലേക്ക് ദൃഢതയോടെ നോക്കി. ധനവും അധികാരവും വെച്ച് മനുഷ്യരെ അളക്കാൻ നോക്കരുത് മാഡം. ഈ തറവാട്ടിൽ നിങ്ങൾ വിജയിച്ചത് അനീതി കൊണ്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ വിധിക്ക് മുന്നിൽ നിങ്ങൾക്ക് തോൽക്കേണ്ടി വരും. മിണ്ടരുത്, രാജശേഖരൻ ഗർജിച്ചു. വേലായുധൻ, ആ പെണ്ണുങ്ങളെയും ഹരിയെയും കൂട്ടി ഇപ്പോൾ തന്നെ ഈ വീടിന് പുറത്തേക്കിറങ്ങ്. പോലീസിനെ കൊണ്ട് ഇറക്കി വിടണോ അതോ സ്വയം ഇറങ്ങിപ്പോകുന്നോ? എന്നാൽ ഹരിശങ്കർ പിന്നോട്ട് മാറിയില്ല. അവൻ രാജശേഖരന് മുന്നിൽ ഉറച്ചു നിന്നു. ഈ തറവാടും സ്വത്തുക്കളും മാളവികയുടേതാണ് രാജശേഖര. അച്ഛൻ മാളവികയുടെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കൾ വ്യാജരേഖയുണ്ടാക്കി അമ്മ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി യാതൊരു സാധുതയുമില്ല. ഈ രേഖകൾ വ്യാജമാണെന്ന് കോടതിയിൽ ഞാൻ തെളിയിക്കും. എന്നാൽ നീ കോടതി വരെ ജീവനോടെ പോകണ്ട ഹരിശങ്കർ. രാജശേഖരൻ്റെ ശബ്ദത്തിൽ ക്രൂരമായ ഭീഷണി നിറഞ്ഞു. അയാൾ തൻ്റെ ആൾക്കാർക്ക് ആംഗ്യത്തിലൂടെ നിർദ്ദേശം നൽകി. ആയുധങ്ങളുമായി ഗുണ്ടകൾ ഹരിശങ്കറിന് ചുറ്റും കൂടി. മാളവിക ഭയന്ന് താരയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ ആ സമയത്ത് ബംഗ്ലാവിൻ്റെ പുറത്ത് വലിയൊരു ആംബുലൻസിൻ്റെയും 2 പോലീസ് ജീപ്പുകളുടെയും സൈറൺ മുഴങ്ങി. കനത്ത വെളിച്ചം ബംഗ്ലാവിൻ്റെ ഹാളിലേക്ക് അടിച്ചു കയറി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വിക്രം തൻ്റെ ഉദ്യോഗസ്ഥരുമായി അകത്തേക്ക് കടന്നു വന്നു. രാജശേഖരൻ്റെയും വർഷയുടെയും മുഖത്തെ ചിരി നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. പോലീസ് ഓഫീസർമാരോടൊപ്പം ഡെപ്യൂട്ടി സൂപ്രണ്ട് വിക്രം അകത്തേക്ക് കടന്നു വന്നതും രാജശേഖരൻ പെട്ടെന്ന് ആയുധങ്ങൾ ഒളിപ്പിച്ച് മുഖത്ത് ഒരു കൃത്രിമ ചിരി വരുത്തി. ഹലോ DYSP സാർ, എന്താ ഈ വഴി? ഈ തറവാട്ടിലെ ചില സാമ്പത്തിക ഇടപാടുകൾ തീർക്കാൻ വന്നതാണ് ഞങ്ങൾ, രാജശേഖരൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. ഇടപാട് തീർക്കാനല്ല രാജശേഖര, നീ ഇവിടെ നടത്താൻ നോക്കിയ അക്രമം അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്, DYSP വിക്രം ഗൗരവത്തോടെ പറഞ്ഞു. വിക്രം സാർ, ഇവരുടെ കയ്യിൽ കോവിലകവും സ്വത്തുക്കളും പണയം വെച്ചതിൻ്റെ രേഖകളുണ്ട്. അതാണിവർ കാണിക്കുന്നത്, ഹരിശങ്കർ മുന്നോട്ട് വന്ന് പറഞ്ഞു. പക്ഷേ ആ രേഖകൾക്കൊന്നും യാതൊരു നിയമസാധുതയുമില്ല. അതെന്താ ഹരിശങ്കർ, നിനക്ക് വട്ടായോ? വർഷ അലറി. രുക്മിണി അമ്മായി ഒപ്പിട്ട് തന്ന പേപ്പറുകളൊക്കെ എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ട്. അതിന് നിയമസാധുതയില്ലെന്ന് പറയാൻ നീ ആരാണ്? ഹരിശങ്കർ അവളുടെ നേരെ നോക്കി തണുത്ത ഒരു ചിരി ചിരിച്ചു. കാരണം ഈ കോവിലകത്തിൻ്റെയോ തോട്ടത്തിൻ്റെയോ ഒരൊറ്റ സെൻറ്റ് ഭൂമിയുടെയോ പോലും ഉടമസ്ഥ രുക്മിണിയമ്മ അല്ല എന്നുള്ളത് തന്നെ. ഹാളിൽ നിന്നവർ ഞെട്ടിത്തരിച്ചു. രുക്മിണിയമ്മ അവിശ്വസനീയതയോടെ ഹരിശങ്കറിനെ നോക്കി. ഹരി, നീ എന്തായി പറയുന്നത്? രുക്മിണിയമ്മ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. ഹരിശങ്കർ കയ്യിലിരുന്ന വലിയൊരു ഫയൽ DYSPക്ക് കൈമാറി. അമ്മേ, അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തറവാട്ടിലെ മുഴുവൻ സ്വത്തുക്കളും മാളവികയുടെയും എൻ്റെയും പേരിൽ ഒരു ട്രസ്റ്റാക്കി മാറ്റിയിരുന്നു. ആ ട്രസ്റ്റിൻ്റെ പ്രധാന നിബന്ധന ഞങ്ങൾ 2 പേരുടെയും ഒപ്പും പൂർണ്ണ സമ്മതവുമില്ലാതെ ഈ സ്വത്ത് ആർക്കും പണയം വയ്ക്കാനോ വിൽക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അമ്മ ഉണ്ടാക്കിയ ആധാരങ്ങളിൽ മാളവികയുടെ ഒപ്പില്ല. അതുകൊണ്ട് തന്നെ രാജശേഖരൻ്റെ കയ്യിലുള്ള പ്രോമിസറി നോട്ടും പണയ ആധാരങ്ങളും വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമാണ്. രാജശേഖരൻ്റെ കയ്യിലിരുന്ന ആധാരങ്ങൾ താഴെ വീണു. അയാളുടെ മുഖത്തെ ചോര ഒഴിഞ്ഞുപോയി. മാത്രമല്ല, ഹരിശങ്കർ വർഷയുടെ അടുത്തേക്ക് നടന്നു. കഴിഞ്ഞ 10 വർഷമായി സ്വന്തം മകളെ ഇരുട്ടറയിൽ തടവിലിട്ട് മാനസികമായി പീഡിപ്പിച്ചതിന് അമ്മയ്ക്കും ആ പെൺകുട്ടിയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുകയും താരയുടെ അമ്മയ്ക്ക് വിഷം നൽകാൻ ശ്രമിക്കുകയും ചെയ്തതിന് രാജശേഖരനും വർഷയ്ക്കുമെതിരെയും ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. DYSP വിക്രം രാജശേഖരനെയും വർഷയെയും നോക്കി ആജ്ഞാപിച്ചു. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വേണ്ട, എന്നെ തൊട്ടു പോകരുത്, വർഷ നിലവിളിച്ചു. എന്നാൽ വനിതാ പോലീസുകാർ അവളെ അടക്കം 2 പേരെയും ബലമായി പിടിച്ച് കൈവിലങ്ങണിയിച്ചു. വർഷയും രാജശേഖരനും പോലീസിൻ്റെ പിടിയിലായി പുറത്തേക്ക് പോകുമ്പോൾ ഹരിശങ്കർ രുക്മിണിയമ്മയുടെ അടുത്തേക്ക് നടന്നു. രുക്മിണിയമ്മ തറയിലിരുന്ന് കരയുകയായിരുന്നു. ഹരി, എന്നെ പോലീസിന് കൊടുക്കല്ലേ മോനെ, ഞാൻ നിൻ്റെ അമ്മയല്ലേ. അമ്മ ചെയ്ത വലിയ തെറ്റിന് ദൈവം തരുന്ന ശിക്ഷയാണിതമ്മേ. ഹരിശങ്കറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം മകളെ തടവിലാക്കിയ ഒരു അമ്മയ്ക്കും സമാധാനം കിട്ടില്ല. ഇനി അമ്മയുടെ കാര്യം കോടതി തീരുമാനിക്കട്ടെ. രുക്മിണിയമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ കോവിലകം ബംഗ്ലാവിൽ വലിയൊരു നിശബ്ദത പടർന്നു. മാളവികയെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകി. അവൾ മെല്ലെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. താരയോടൊപ്പം അടുക്കളയിലിരുന്ന് ചിരിച്ച് സംസാരിക്കുന്ന മാളവികയെ കണ്ടപ്പോൾ ഹരിശങ്കറിൻ്റെ മനസ്സിൽ വലിയൊരു ആശ്വാസം തോന്നി. ഹരിശങ്കർ താരയുടെ അടുത്തേക്ക് വന്നു. താരെ, നിന്റെ അമ്മയുടെ ശസ്ത്രക്രിയ ഇന്ന് ഉച്ചയ്ക്ക് നഗരത്തിലെ മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നീയും വേലായുധേട്ടനും പോയി അമ്മയുടെ കൂടെ നിൽക്കണം. താര കൈകൂപ്പി കണ്ണീരോടെ പറഞ്ഞു. സാറിനോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കൊരു തണലായി നിന്നത് സാറാണ്. താരെ, നന്ദി പറയേണ്ടത് ഞാനാണ്, ഹരിശങ്കർ ആർദ്രമായി പറഞ്ഞു.
നീ ഈ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അനിയത്തി ആ ഇരുട്ടറയിൽ കിടന്ന് മരിച്ചു പോയേനെ. ഈ കുടുംബത്തെ രക്ഷിച്ചത് നീയാണ്. നഗരത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തെ വരാന്തയിൽ താരയും ഹരിശങ്കറും വേലായുധനും കാത്തിരിക്കുകയായിരുന്നു. വിദേശത്ത് നിന്നെത്തിയ പ്രശസ്തരായ ഡോക്ടർമാരുടെ സംഘം വിശാലാക്ഷിയെ ശസ്ത്രക്രിയയ്ക്കായി അകത്തേക്ക് കയറ്റി. താര വരാന്തയിലിരുന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു. താരെ, വിഷമിക്കേണ്ട, ഹരിശങ്കർ അവളുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ചു. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ശസ്ത്രക്രിയ വിജയകരമായിരിക്കും. അമ്മയ്ക്കിനി ഒരു കുഴപ്പവും വരില്ല. സാർ, എൻ്റെ അമ്മയുടെ ജീവൻ മാത്രമല്ല, എൻ്റെ ജീവിതം മുഴുവൻ സാറിന് കടപ്പെട്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിശാലാക്ഷിയമ്മ പൂർണ്ണ ആരോഗ്യവതിയായി. അവരെ ആശുപത്രിയിൽ നിന്നും കോവിലകത്തേക്കാണ് കൊണ്ടുവന്നത്. മാളവിക തമ്പുരാട്ടിയും വേലായുധനും ശ്യാമളയും ചേർന്നവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. കോവിലകത്തെ പൂമുഖത്ത് നിലവിളക്ക് തെളിഞ്ഞു നിന്നു. താരേ, ഹരിശങ്കർ അവളുടെ അരികിലേക്ക് വന്നു. ഇത്രയും നാൾ നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അവസാനമായി. ഇനി നീ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല. ഹരിശങ്കർ അനിയത്തി മാളവിക തമ്പുരാട്ടിയെ നോക്കി. തമ്പുരാട്ടി പുഞ്ചിരിയോടെ ഒരു താലിയെടുത്ത് ഹരിശങ്കറിന്റെ കയ്യിൽ കൊടുത്തു. വർഷ തന്ന ഇരുട്ടിൽ നിന്നും എന്നെയും എൻ്റെ അനിയത്തിയെയും ഈ തറവാടിനെയും രക്ഷിച്ച വെളിച്ചമാണ് നീ. എൻ്റെ ജീവിത പങ്കാളിയായി ഈ കോവിലകത്തിന്റെ ഐശ്വര്യമായി നീ ഇനി എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം, ഹരിശങ്കർ സ്നേഹത്തോടെ പറഞ്ഞു. കോവിലകത്ത് വിശാലാക്ഷിയമ്മയുടെയും മാളവിക തമ്പുരാട്ടിയുടെയും നിശബ്ദമായ പ്രാർത്ഥനകൾക്ക് നടുവിൽ ഹരിശങ്കർ താരയുടെ കഴുത്തിൽ താലി ചാർത്തി. ഇരുട്ടിൻ്റെയും ചതിയുടെയും അധ്യായങ്ങൾ അവസാനിപ്പിച്ച് കോവിലകത്ത് പ്രകാശവും സ്നേഹവും നിറഞ്ഞ ഒരു പുതിയ പുലരി പിറക്കുകയായിരുന്നു. ചതിയുടെയും പ്രതികാരത്തിൻ്റെയും വഴികളിലൂടെയുള്ള ഹരിശങ്കറിൻ്റെയും താരയുടെയും യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇരുട്ടിനെ തോൽപ്പിച്ച് സ്നേഹവും സത്യവും വിജയിച്ച ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലെയുള്ള മികച്ചതും ആവേശഭരിതവുമായ പുതിയ ഓഡിയോ സ്റ്റോറികൾ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ